നവസമൂഹത്തിന് ധീരമായ കാൽവെപ്പ് എന്ന സന്ദേശത്തിലൂടെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഭാവി സമൂഹത്തെക്കുറിച്ച്, അതിനു വേണ്ടിയുള്ള ചുവടുവെപ്പുകളെക്കുറിച്ച് മുസ്ലിം ലീഗിൻ്റെ ഒരു പോഷക ഘടകമെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സംവദിക്കാനും അതിനെ പ്രയോഗവൽക്കരിക്കാനും സാധിക്കുക MSFന് മാത്രമാണ്. സമൂഹത്തെ സംബന്ധിക്കുന്ന വലിയ ഒരു ആശയവും പേറിയാണ് മുസ്ലിം ലീഗ് എന്ന സംഘടന ജന്മം കൊള്ളുന്നത് തന്നെ. കേരളത്തിലെ ഉജ്ജ്വലമായ ഒരു രാഷ്ട്രീയ സംഘടനയാണ് മുസ്ലിം ലീഗ് എന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ പ്രത്യയ ശാസ്ത്രത്തിനെ ഇല്ലാതാക്കുന്നതിനും അതിനെ രാഷ്ട്രീയമായി നേരിടുന്നതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ് എന്ന്? നിങ്ങൾ കരുതുന്നുണ്ടോ കോൺഗ്രസിനെ പോലെ രാഷ്ട്രീയത്തിൽ സ്ഥാനമുറപ്പിക്കുകയും സ്ഥാനമാനങ്ങൾ കരഗതമാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന്? മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ സംഘടനയാണ്. പക്ഷേ രാഷ്ട്രീയ സംഘടനയിലെ ഏറ്റവും ഉന്നതമായ ഒരു ആശയമാണ് മുസ്ലിം ലീഗിൻ്റേത്. മുസ്ലിം സമൂഹത്തിൻ്റെ മത, സാമൂഹിക, സാംസ്കാരിക ഔന്നത്യമാണ് മുസ്ലിം ലീഗ് ലക്ഷ്യമാക്കുന്നത്. സമൂഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് മുസ്ലിം ലീഗ് എന്നും പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ നവസമൂഹത്തിന് ധീരമായ കാൽവെപ്പ് എന്ന സന്ദേശം MSF ഉയർത്തിപ്പിടിക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയും, നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ മുദ്രാവാക്യം അതേ അർത്ഥത്തിൽ ഏറ്റെടുക്കുന്നതിന് മുസ്ലിം ലീഗ് ഇന്ന് അശക്തമാണ്. ഭാവി സമൂഹത്തിന് ധീരമായ കാൽവെപ്പ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുമ്പോൾ അതേ അർത്ഥത്തിൽ അതിനെ പ്രയോഗവൽക്കരിക്കുന്നതിന് മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗമായ യൂത്ത് ലീഗും ഇന്ന് അശക്തമാണ്. മുസ്ലിം ലീഗ് സമൂഹത്തെക്കുറിച്ചുള്ള ആശയങ്ങളാണ് പങ്കുവെക്കുന്നത്. ആ ആശയങ്ങൾക്ക് യുവത്വം നൽകി അതിനെ പരിപോഷിപ്പിക്കുക എന്നതാണ് യൂത്ത് ലീഗിന്റെ ദൗത്യം. എന്നിരുന്നാൽ തന്നെയും ഭാവി സമൂഹത്തെ സാർത്ഥകമാക്കാൻ കഴിയുന്ന മുസ്ലിം ലീഗിന്റെ ഏക പോഷക ഘടകം അത് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന MSF മാത്രമാണ് എന്ന ഒരു തിരിച്ചറിവാണ് MSFന്റെ പ്രവർത്തകരായ നിങ്ങൾക്ക് ആദ്യമുണ്ടാകേണ്ടത്. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന് ഇല്ല, KM സീതി സാഹിബും ഇനിയില്ല, ബാഫക്കിത്തങ്ങളും പൂക്കോയത്തങ്ങളും CH മുഹമ്മദ് കോയ സാഹിബും നമ്മുടെ കൺവെട്ടത്തിൽ നിന്ന് മറഞ്ഞുപോയ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഇനിയില്ല. നിങ്ങൾ അനുഭവിക്കുന്ന ഈ സാമൂഹിക ഔന്നത്യമുണ്ടല്ലോ കേരളത്തിൽ, അത് ആ മഹാന്മാരായ നേതാക്കളുടെ സ്വപ്നങ്ങളുടെ പൂർത്തീകരണമാണ്. ഖായിദെ മില്ലത്തിന്റെയും സീതി സാഹിബിന്റെയും CHന്റെയും ബാഫജിത്തങ്ങളുടെയും പൂക്കോയത്തങ്ങളുടെയും ശിഹാബുദങ്ങളുടെയും അപദാനങ്ങൾ നാം എപ്പോഴും വാഴ്ത്തിപ്പാടാറുണ്ട്. ഇന്നലെ സെപ്റ്റംബർ 28 മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ ചരമദിനമാണ്. നിങ്ങളുടെ കാലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരില്ല. നിങ്ങളുടെ കാലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇനിയൊരു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കില്ല. ഗതകാല മഹിമയിൽ നമുക്കിങ്ങനെ കാലം കഴിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കഴിഞ്ഞകാല പ്രതാപത്തിന്റെ ഒരുപാട് അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. ഈ സംഘടനയെ മുന്നോട്ട് നയിക്കണമെങ്കിൽ, ഈ സംഘടനയുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരണമെങ്കിൽ, ഈ സംഘടനയുടെ സ്വപ്നങ്ങൾക്ക് പുതിയ പുതിയ വർണ്ണങ്ങൾ ചാലിക്കണമെങ്കിൽ ഈ സംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗമായ നിങ്ങൾക്ക് മാത്രമാണ് സാധിക്കുക. അത് തിരിച്ചറിയാൻ കഴിയണം.
സമൂഹത്തെക്കുറിച്ചുള്ള സ്വപ്നമാണ് മുസ്ലിം ലീഗ് എന്നും പങ്കുവെക്കുന്നത്. ഓണറബിൾ എക്സിസ്റ്റൻസ്, അഭിമാനകരമായ ആസ്തിക്യം എന്നതാണ് മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും മുദ്രാവാക്യം. അഭിമാനകരമായ ആസ്തിക്യം, അഭിമാനകരമായ നിലനിൽപ്പ്, അതാണ് ഖായിദെ മില്ലത്തിന്റെ സന്ദേശം. അഭിമാനം എന്ന് പറയുന്നത് നാട്ടിലെ ഹിന്ദുവിന്റെയും ക്രൈസ്തവന്റെയും മുമ്പിൽ നെഞ്ചുവിരിച്ചു നിൽക്കാനുള്ള അഭിമാനമല്ല. ബീങ് എ മുസ്ലിം, നിങ്ങളൊരു മുസ്ലിം ആണോ എങ്കിൽ നീ ഒരു അഭിമാനമുള്ളവനായിരിക്കണം. കാരണം നീ റബ്ബിനെയാണ് മഹത്വപ്പെടുത്തുന്നതെങ്കിൽ നീ അഭിമാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയണം. ഇതാണ് ഖായിദെ മില്ലത്തിന്റെ മുസ്ലിം ലീഗിനെ ജന്മം നൽകുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ആശയ പ്രപഞ്ചം. ഇതാണ് സിദ്ദി സാഹിബിന്റെയും അങ്ങനെ തുടങ്ങി മഹാനായ ശിഹാബ് തങ്ങൾ വരെയുള്ളവർ നെഞ്ചിൽ സൂക്ഷിച്ച ആശയം. ഇസങ്ങളുടെയും ഗ്രന്ഥങ്ങളുടെയും മേൽ അടയിരുന്നല്ല, കമ്മ്യൂണിസ്റ്റുകാരന്റെയും ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെയും പ്രത്യയശാസ്ത്രങ്ങളായ ഇസങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും മേൽ അടയിരുന്നല്ല മുസ്ലിം ലീഗ് എന്ന സംഘടന ഉണ്ടായത്. ഈ നേതാക്കന്മാരുടെ മനോഹരമായ ആ ഒരു വിശുദ്ധിയുണ്ടല്ലോ, ആ വിശുദ്ധിയുള്ള നേതാക്കന്മാർ തങ്ങളെ വഴിതെറ്റിക്കില്ല എന്ന് കരുതിയ മലബാറിലെ ഗ്രാമീണരായ നിഷ്കളങ്കരായ ജനങ്ങളുണ്ടല്ലോ, ആ ജനങ്ങളാണ് മുസ്ലിം ലീഗിന്റെ ആശയ പ്രപഞ്ചം തീർത്തത്. ഇത് ഏറ്റെടുക്കുക എന്നതാണ് നിങ്ങളുടെ ദൗത്യം.